അമീഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടെ ജീവൻ നഷ്ടപ്പെട്ട ജോയിയുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകും. ജോയിയുടെ അമ്മയ്ക്കാണ് പണം അനുവദിച്ചത്. ജോയിയുടെ കുടുംബത്തിന് വീട് വെച്ച് നൽകാൻ സന്നദ്ധ അറിയിച്ച് നഗരസഭയും രംഗത്തെത്തി. വിവരങ്ങളുമായി വിനീഷ് ചേരുകയാണ്. വിനീഷ്, ഒരു മരണത്തിന്റെ വിവരങ്ങൾ എങ്ങനെയാണ്? ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് 10 ലക്ഷം രൂപ ജോയിയുടെ അമ്മയ്ക്ക് നൽകാനുള്ള ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ ധനസഹായം എന്ന തരത്തിലുള്ള ഒരു പ്രഖ്യാപനം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ രോക്ഷം ഉയർന്നത് നഗരസഭയ്ക്കെതിരെയായിരുന്നു. നഗരസഭയുടെ ഇടപെടലുകൾ ഈ വിഷയത്തിൽ ഏകപക്ഷമെന്ന ആക്ഷേപങ്ങൾ പല ഘട്ടങ്ങളിൽ ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് നഗരസഭയുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടായ പാളിച്ചയാണ് ഈ ജോയിയുടെ മരണത്തിനിടയാക്കിയതെന്ന അമർഷം ജനങ്ങൾക്കിടയിൽ ശക്തമായി ഉണ്ടായ സാഹചര്യത്തിലാണ് നഗരസഭ ഇപ്പോൾ ജോയിയുടെ കുടുംബത്തിന് വീട് വെച്ച് നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കടക്കുന്നത്. അടുത്ത നഗരസഭാ സമ്മേളനം നടക്കുന്ന സമയത്തായിരിക്കും, ഇതിന്റെ കൗൺസിൽ യോഗം നടക്കുന്ന സമയത്തായിരിക്കും ഇതിന്റെ അന്തിമമായ തീരുമാനം കൈക്കൊള്ളുക എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ധനസഹായത്തിന്റെ പ്രഖ്യാപനമാണ് നടന്നിരിക്കുന്നത്. 10 ലക്ഷം രൂപ ജോയിയുടെ അമ്മയ്ക്ക് നൽകാനുള്ള തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിയിരിക്കുന്നു. ഒപ്പം നഗരസഭ വീട് വെച്ച് നൽകാനുള്ള തൽക്കാലത്തേക്ക് ഏതെങ്കിലും തരത്തിൽ മുഖം രക്ഷിക്കാനുള്ള ഒരു ശ്രമം നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഒരുപക്ഷെ ജോയിയുടെ കുടുംബത്തിന് വീട് വെച്ച് നൽകിയേക്കുമെന്ന സൂചനകൾ നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഇപ്പോഴും പ്രശ്നം എന്ന് പറയുന്നത് നഗരത്തിലെ മാലിന്യ സംസ്കരണം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഈ മാലിന്യ സംസ്കരണം കൃത്യമായി നടക്കുന്നില്ല. ഈ മാലിന്യ സംസ്കരണം സംബന്ധിച്ചുള്ള കമ്പനികളുമായുള്ള നഗരസഭയുടെ കരാറുകൾ കൃത്യമായി പുതുക്കുന്നില്ല എന്ന തരത്തിലുള്ള വലിയ ആക്ഷേപങ്ങൾ ഉയരുന്നു. ഈ ജോയിയുടെ മരണത്തിന് ഉത്തരവാദി എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് നഗരസഭയിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലും ഇന്ന് BJPയുടെ നേതൃത്വത്തിലും വലിയ പ്രതിഷേധ മാർച്ചുകൾ സംഘടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായിരുന്നാലും ഇക്കാര്യങ്ങളിൽ നഗരത്തിലെ മാലിന്യ സംസ്കരണം കൃത്യമായ രീതിയിൽ നടപ്പിലാക്കേണ്ടത് നഗരസഭയുടെ ചുമതല എന്ന തരത്തിലുള്ള വിലയിരുത്തലുകൾ തന്നെയാണ് നാനാ തുറകളിൽ നിന്നും ഇപ്പോൾ ഉണ്ടാകുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ജോയിയുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം നൽകാനാണ് ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. അതിനാണ് വിനീഷ്, ഈ 10 ലക്ഷം രൂപ ധനസഹായം, അതോടൊപ്പം അമ്മയ്ക്ക് വീട് അനുവദിക്കുന്നു. ഇതൊക്കെ ഈ നേരത്തെ വിനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖം രക്ഷിക്കാനുള്ള ഒരു നടപടി, അങ്ങനെ തന്നെ വേണ്ടേ ഇത് കണക്കാക്കാൻ? തീർച്ചയായിട്ടും നമുക്ക് അത്തരത്തിൽ തന്നെയാണ് ഇതിനെ വിലയിരുത്താൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് നഗരസഭയുടെ ഒരു പ്രവർത്തനം അത് വലിയ രീതിയിൽ പാളിച്ച ഉണ്ടാക്കി. ഈ ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന തൊഴിലാളികൾക്ക് നൽകേണ്ട കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ നഗരസഭ നൽകിയിരുന്നില്ല എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളും ഉയരുന്നുണ്ട്. ഇതിനിടയിലാണ് നഗരസഭയുടെ ഭാഗത്തുനിന്ന് തൽക്കാലത്തേക്ക് മുഖം രക്ഷിക്കാനുള്ള സമീപനം എന്ന തരത്തിൽ ഈ ജോയിയുടെ കുടുംബത്തിന് വീട് വെച്ച് നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് നഗരസഭ പോയിരിക്കുന്നത്. എന്തായിരുന്നാലും ഇതിൽ അന്തിമമായ ഒരു തീരുമാനം എത്തുക നഗരസഭയുടെ അടുത്ത കൗൺസിൽ യോഗം ചേരുമ്പോഴാണ്. ആ കൗൺസിൽ യോഗത്തിലായിരിക്കും അന്തിമമായ തീരുമാനം കൈക്കൊള്ളുക എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമായും വിദഗ്ധർ വിലയിരുത്തുന്നത് അല്ലെങ്കിൽ വിദഗ്ധർ ഉയർത്തുന്ന ആവശ്യം ഇത്തരത്തിൽ ഇത് തന്നെയാണ്. നിലവിലെ സാഹചര്യത്തിൽ ഇനിയുള്ള ഘട്ടങ്ങളിലെങ്കിലും നഗരസഭയുടെ മാലിന്യ സംസ്കരണം അത് കൃത്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നഗരസഭ അധികൃതർ തയ്യാറാകണമെന്ന ഒരു ആവശ്യം തന്നെയാണ് ഉയരുന്നത്. ഈ നഗരസഭയുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള വീഴ്ചയുണ്ടായി. ഈ നഗരസഭയുടെ കീഴിൽ വരുന്ന പ്രദേശങ്ങളിലെ മാലിന്യ സംസ്കരണത്തിൽ വലിയ വീഴ്ചയുണ്ടായി എന്ന വിലയിരുത്തൽ തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിൽ നിന്ന് പോലും വലിയ രീതിയിലുള്ള സമരങ്ങൾ കോർപ്പറേഷനിലേക്ക് നടക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് BJPയുടെ നേതൃത്വത്തിൽ നഗരസഭയിൽ പ്രതിപക്ഷ സ്ഥാനത്ത് നിൽക്കുന്നത് BJP ആണ്. ആ BJP മെമ്പർമാരുടെ നേതൃത്വത്തിലും BJP നേതാക്കളടക്കം വലിയൊരു പ്രതിഷേധമായിരുന്നു ഇന്ന് നഗരസഭയുടെ മുന്നിൽ കാണാൻ സാധിച്ചത്. സമാനമായ രീതിയിൽ തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ശക്തമായ പ്രതിഷേധം ഉയരുന്ന സാഹചര്യമുണ്ടായി. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ നഗരസഭയ്ക്ക് പറ്റിയ വീഴ്ച തന്നെയാണ് ഈ ജോയിയുടെ മരണത്തിലേക്ക് കലാശിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ മരണത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്ന് സംബന്ധിച്ചുള്ള വിലയിരുത്തലുകളാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. അതേസമയം തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ആക്ഷേപം ഉയർത്തുന്നത് റെയിൽവേയെ സംബന്ധിച്ചാണ്. റെയിൽവേ ഈ ഒരു 117 മീറ്റർ നീളത്തിലുള്ള ആ ടണൽ വൃത്തിയാക്കാനുള്ള കൃത്യമായ നടപടി റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്ന് സംബന്ധിച്ചുള്ള ഒരു ആക്ഷേപം
ആക്ഷേപം സർക്കാർ തലത്തിൽ തന്നെ ഉയരുന്നുണ്ട്. പക്ഷേ ഇതിനെല്ലാം കൃത്യമായ മറുപടി റെയിൽവേ നൽകിയതാണ്. പക്ഷേ നിലവിൽ ഇത്തരത്തിൽ പരസ്പരം പഴിചാരി മുഖം രക്ഷിക്കാനുള്ള ഒരു സമീപനം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ നഗരസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നാണ് ഈ വിഷയത്തിൽ ഉയരുന്ന പ്രധാന ആക്ഷേപം. ശരി, അങ്ങനെ തന്നെയാണ്. തീർത്തും മുഖം രക്ഷിക്കാനൊരു നടപടിയാണ് ഈ തിടുക്കപ്പെട്ട നീക്കമെന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. വി വിനീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.